ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെയാണ്. RCCയിലെ ട്രീറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ്, പിന്നെ ഫോളോ അപ്സും ഒക്കെ നിർത്താനുള്ള കാരണം ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ എൻ്റെ വീഡിയോസിലൂടെ ചെയ്യുന്നത് എൻ്റെ സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് അത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലായിട്ട്, എനിക്ക് എൻ്റെ ഒരു ജീവിതം മറ്റുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങൾ കുറേ പേരൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവാം, ചിലവർ അനുഭവിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. ഇതിലും കൂടുതൽ അനുഭവിച്ചവരും ഉണ്ടാവും, ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എൻ്റെ ജീവിതത്തിലെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന അനുഭവിച്ചവൾ ഞാനാണെന്ന് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേര് അവരുടെയൊക്കെ ജീവിതവും വേദനകളും വെച്ച് നോക്കുമ്പോൾ എൻ്റെത് വളരെ നിസ്സാരമാണ്. പക്ഷെ ഇത്രയും പോലും ചിലപ്പോൾ വേദന സഹിക്കാൻ ആഗ്രഹം എന്ന് വെച്ചാൽ പേടിയുള്ളവർക്ക്, പിന്നെ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഞങ്ങൾക്ക് മാത്രമാണോ ദൈവമേ ഇങ്ങനെയുള്ളത്, ഇതുപോലെയുള്ള വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ചിലപ്പം എൻ്റെ ഈ കഥകൾ അവർക്കും കൂടെ ഒരു സഹായമായിരിക്കും, എന്താ പറയുന്ന ഒരു ആശ്വാസമായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കഥ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലും അതെ, കൂടുതലായിട്ടും ഞാൻ എൻ്റെ സ്റ്റോറി തന്നെയായിരിക്കും പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, എൻ്റെ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ബ്ലഡ് ക്യാൻസർ വന്നാൽ പോരായിരുന്നു, എന്തിനാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് ദൈവത്തോട് ചോദിച്ചതിന് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും അത് അസുഖമല്ലേ മോളെ, അങ്ങനെ ആ ഒരു സെൻസിൽ എടുത്താൽ പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര്, ഒരുപാട് കൂടുതലും എനിക്ക് ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള കമൻസ് ആയിരുന്നു. പക്ഷെ കുറച്ച് കമൻസ് എന്ന് പറയുന്നത് അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടും കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ പറയട്ടെ, ഞാൻ പറയുന്നത് എൻ്റെ ജീവിതത്തിലെ കാര്യം മാത്രമാണ്. എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിൽ മറ്റാരെയും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഈ എന്നെ കുറ്റപ്പെടുത്തിയവര് മേ ബി വിചാരിച്ചിട്ടുണ്ടാവാം ഞാൻ ഡോക്ടേഴ്സിനെയും അവിടെയുള്ള സ്റ്റാഫ്സിനെയും ഒക്കെ കുറ്റപ്പെടുത്തിയിട്ട് സംസാരിച്ചതുപോലെ അവർക്ക് തോന്നിയതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർക്കങ്ങനെ അവരെന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞത്. പക്ഷെ എനിക്കതിൽ ദേഷ്യമൊന്നുമില്ല കേട്ടോ, ആരോടും ഒരു ദേഷ്യവും ഇല്ല. കാരണം അഭിപ്രായം ആർക്കും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. തെറിയും മറ്റൊന്നും വിളിക്കാതിരുന്നാൽ മാത്രം മതി, അത്രേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എൻ്റെ ഈ ഒരു ഉത്തരം അല്ലെങ്കിൽ എൻ്റെ ഒരു ആൻസർ, എൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അവർ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറയുവാണ്. ഞാൻ ഒരിക്കലും ആ ട്രീറ്റ്മെൻറ്റിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇത് മോശമാണെന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചതും പറഞ്ഞതും. എനിക്ക് ആസ് എ വുമൻ എനിക്കുണ്ടായ ഒരു ജാള്യതയുണ്ടല്ലോ, ഒരു മസ്റ്റി ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇങ്ങനെ ഒരാളുടെ മുന്നേ വെച്ചിട്ട് ഡ്രസ്സ് ഊരുമ്പോൾ അതെനിക്കും അറിയാം എൻ്റെ രോഗത്തിന് വേണ്ടിയിട്ടാണ്, എന്നെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഒരു 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 ചമ്മലോ എന്തോ പോലത്തെ ഒരു അനുഭവം അത് ഇപ്പോഴും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഫോളോ അപ്സിന് പോകാൻ മടി. എനിക്കറിയാം അത് ട്രീറ്റ്മെന്റ് ആണ്. എന്നോട് ഒരു മനുഷ്യർ പോലും എൻ്റെ ഈ എന്താ പറയുന്നത് ട്രീറ്റ്മെന്റ് കാലഘട്ടത്തിൽ എന്നോട് ഒരു മനുഷ്യൻ പോലും മോശമായിട്ട് പെരുമാറിയിട്ടില്ല, മോശമായിട്ടൊന്നും നോക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാനൊരു സ്ത്രീ എന്നുള്ള ഒരു എന്താ പറയുന്ന ഒരു ജാള്യത, അത് മാത്രമേ എനിക്ക് ആ വേർഡ് പറയാൻ പറ്റുന്നുള്ളൂ. ഇംഗ്ലീഷിലാണെങ്കിൽ മസ്റ്റി ഫീലിംഗ്, ആ ഒരു ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. എനിക്ക് വേറെ ഒന്നും അറിയില്ല. അത് കുറെ പേര് പറഞ്ഞു ഞാൻ 8-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നത് ആയിരിക്കാം. ചിലപ്പോൾ എൻ്റെ മനസ്സ് അങ്ങനെ ആയിരിക്കും. ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒന്നുപോലെ അല്ലല്ലോ, എല്ലാവരും ഡിഫറെൻ്റ് അല്ലേ, ഓരോരുത്തരുടെ ചിന്താഗതി ഓരോ രീതിയിൽ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, കുറച്ച് പേരൊക്കെ എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് സത്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ RCCയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നത് എന്താ പറയുന്നത്, കീമോ എടുത്തതും സർജറി ചെയ്ത് കിടന്നതും എല്ലാം
ജനറൽ വാർഡ്സിലാണ്. ഞാൻ പ്രൈവറ്റായിട്ട് റൂം എടുത്തിട്ടൊന്നും അല്ല ഞാൻ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഞാൻ ഒത്തിരി പേരെ എന്നോടൊപ്പം ഉള്ളവർ ആ സമയത്തുണ്ടായിരുന്നവരുമായിട്ട് പരിചയം ഉണ്ടായിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പരസ്പരം പറഞ്ഞിട്ടുണ്ട്, അവരെന്നോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു അമ്മച്ചി വരെ പറഞ്ഞു, മോളെ ഇതിലും ഭേദം മരിച്ചു പോയാൽ മതിയായിരുന്നു, തൊലി പൊളിഞ്ഞു പോകുന്നു എന്നൊക്കെ. അത് ഓരോരുത്തരുടെയും മനസ്സിൽ ആ സ്ത്രീ എന്നുള്ള ഒരു ചിന്ത വരുന്നത് കൊണ്ട് ചിലപ്പോൾ തോന്നുന്ന ഒരു ചമ്മലായിരിക്കാം, അതുകൊണ്ട് വരുന്നതാണ് കേട്ടോ. അല്ലാതെ അതൊരു ഡോക്ടേഴ്സിനെയോ അവിടെയുള്ള ഒരു സ്റ്റാഫ്സിനെയോ ഒരുത്തരെയും കുറ്റപ്പെടുത്തിയിട്ടല്ല. ഞാൻ അങ്ങനെ കുറ്റം പറയുകയില്ല. കാരണം അവരുടെയൊക്കെ കരുണ കൊണ്ടാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തത്തില്ല കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ സോറി പറയുകയാണ് ഈ വീഡിയോയിലൂടെ. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. അത് എന്തുകൊണ്ടാണ് ഞാൻ RCCയിലെ ട്രീറ്റ്മെൻറ്റ് നിർത്തിയതെന്നുള്ളത്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്ന് ബ്രേക്ക് എടുക്കും, 2 പാർട്ടായിട്ട് ഇടും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ തന്നെ ഉൾപ്പെടുത്തും. ആർക്കും ഒന്നും തോന്നരുത് കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബോറിങ് ഫീൽ ചെയ്യുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, അല്ലെങ്കിൽ ചാനൽ ഇത് കാണാതിരുന്നോളൂ കേട്ടോ. എനിക്ക് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഇത് 2 പാർട്ടായെന്നും വരാം. അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് നന്നായിട്ട് പരിചയം ഉണ്ടായിരുന്ന ഒരു ഡോക്ടറായിരുന്നു എന്നെ ട്രീറ്റ് ചെയ്തിരുന്നത്. പുള്ളി സർജനാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്താണ് ആദ്യമായിട്ട് പോയത്. പോയി കഴിഞ്ഞപ്പോൾ പുള്ളി കണ്ടിട്ട് പറഞ്ഞു, ഫയൽ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഫയൽ എടുത്തു കഴിഞ്ഞതിന് ശേഷം പുള്ളി പറഞ്ഞു, ഫസ്റ്റ് സർജറി ചെയ്യാൻ പറ്റത്തില്ല, കാരണം കുറച്ച് അഡ്വാൻസ്ഡ് ആയി സ്റ്റേജ്. അപ്പോൾ കീമോതെറാപ്പി 3 എണ്ണമെങ്കിലും കഴിയട്ടെ, 3 എണ്ണം കഴിഞ്ഞിട്ട് നമുക്ക് സർജറിയെ കുറിച്ച് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലോട്ട് വിട്ടു. അപ്പം ബ്രസ്റ്റ് ക്യാൻസറിന് വന്നിട്ടുള്ളവർക്ക് അറിയാം, അത് സർജറിയും കൂടി വേണമെന്നുള്ളതാണെങ്കിൽ സർജറിയും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും 2 പേരും കൂടിയാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വിട്ടതും ഒരു ഡോക്ടറിന്റെ അടുത്ത് തന്നെയായിരുന്നു. പുള്ളി നല്ല സ്നേഹമുള്ള ഡോക്ടറായിരുന്നു കേട്ടോ. ഞാൻ ഇന്നും വളരെ സ്നേഹത്തോടെയും വളരെ നന്ദിയോടുകൂടെയും ഓർക്കുന്ന ഒരു ഡോക്ടറാണ് എൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലുള്ള ഡോക്ടർ. പക്ഷെ എനിക്ക് ഒരുത്തരുടെയും പേര് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പേര് റിവീൽ ചെയ്യാത്തത്. എന്ന് വെച്ചിട്ട് സർജൻ ഇതാണെന്നൊന്നുമല്ല, സർജനോട് ഞാൻ എന്നും നന്ദിയുള്ളവളാണ്. കാരണം പുള്ളി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഏറ്റവും വലിയൊരു പ്രാർത്ഥന ബ്രസ്റ്റ് ക്യാൻസർ പീരീഡിൽ എല്ലാവരും പറഞ്ഞിരുന്നു, ബ്രസ്റ്റ് റിമൂവ് ചെയ്യണം എന്നുള്ളത്. എന്നെ കൊണ്ട് അത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു ബ്രസ്റ്റ് റിമൂവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ ദൈവത്തോടാകെ പ്രാർത്ഥിച്ചിരുന്നത് ഇതാണ്, കർത്താവേ ബ്രസ്റ്റ് റിമൂവ് ചെയ്യരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ജീവൻ അങ്ങ് എടുത്തോളുക. എനിക്ക് പറ്റില്ല ഒരു അവയവമില്ലാതെ ജീവിക്കാൻ. അതൊന്നും എനിക്ക് ഇനിയും കമൻസ് വരാം, ജീവനല്ലേ വലുതെന്ന്. ഞാനതിനും ഉള്ള മറുപടി ഇത് തന്നെയാണ് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ ചിന്താഗതികളാണ്, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് അവർക്ക് വലുത്. അപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിൽ ഒരു അവയവം പോകുന്നത് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഞാനത് എൻ്റെ വീട്ടുകാരോട് മാത്രം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ മമ്മിയോടും മാത്രം പറഞ്ഞിട്ടുണ്ട്. ബ്രസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിക്കത്തില്ല, ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അതല്ലാതെയാണെങ്കിൽ മാത്രമേ ഞാൻ ജീവിച്ചിരിക്കുകയുള്ളൂ. ദൈവത്തോടും ഞാൻ പോയി പറഞ്ഞു, ഈശോ എൻ്റെ നീ എനിക്ക് ജനിച്ചപ്പോൾ തന്നിരിക്കുന്ന അവയവങ്ങളിലൊന്നാണിത്, അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ വേറെ എത്ര വേണമെങ്കിലും എന്നെ വേദനിപ്പിച്ചോ ശിക്ഷിച്ചോ, പക്ഷെ എൻ്റെ അവയവം എടുക്കരുതെന്ന് ഞാൻ ദൈവത്തോടും പ്രാർത്ഥിച്ചിരുന്നു. അതും ഇനി 8-ാം നൂറ്റാണ്ടിലെ സ്ത്രീയുടെ ചിന്താഗതിയാണെങ്കിൽ ശരിയാ, എനിക്ക് അങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മെഡിക്കൽ ഇതിൽ പോയി, എനിക്ക് കീമോസ് സ്റ്റാർട്ട് ചെയ്തു. കീമോ 3 എണ്ണം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും സർജൻ്റെ അടുത്ത് വന്നപ്പോഴത്തേല് അത് ഇതായിട്ടില്ല, എല്ലാ ഇതെന്താ പറയുന്നത്, ക്യാൻസർ സെൽസും നശിച്ചിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ബാക്കി 3 കീമോയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സർജറി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 3 കീമോയും കൂടെ കഴിഞ്ഞു. എന്നിട്ട് സർജറി അവസാനം 6 കീമോയും കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞു. ഈ കാലത്തിലൊക്കെ എൻ്റെ ഡോക്ടർ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു.
ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ സർജൻ എൻ്റെ അടുത്ത് വളരെ കാര്യമായിട്ടാണ് ഇടപെട്ടിരുന്നത്. ഒരു എന്താ പറയുന്ന ഒരു കൊച്ചു കുട്ടിയുടെ അടുത്ത് കാണിക്കുന്ന ഒരു സ്നേഹത്തോടു കൂടിയായിരുന്നു സർജൻ എന്നോട് പെരുമാറിയിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ റേഡിയേഷനും കഴിഞ്ഞു. റേഡിയേഷന് സർജറി കഴിഞ്ഞു 1 മാസത്തിനുള്ളിൽ തന്നെ റേഡിയേഷൻ ഉണ്ടായിരുന്നു. 30 റേഡിയേഷൻ ആയിരുന്നു. അപ്പൊ ഈ റേഡിയേഷനും കാര്യങ്ങളൊക്കെ മെഡിക്കൽ OPയിലുള്ള ആ ഡോക്ടറാണ് ചെയ്യുന്നത്. അതും കഴിഞ്ഞിട്ട് പിന്നീട് ഫോളോ അപ്സ് വേണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് സർജന്റെ അടുത്തും ഫോളോ അപ്പ് വേണം, മെഡിക്കൽ OPയിലും ഫോളോ അപ്പ് വേണം. കാരണം രണ്ടുപേരുടെ അടുത്തും നമ്മൾ ഒരുപോലെ തന്നെ പോകണം. കാരണം രണ്ടുപേരും കൂടെ ട്രീറ്റ് ചെയ്യുന്ന കാര്യമായതുകൊണ്ട്. അങ്ങനെ റേഡിയേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മെഡിക്കൽ OPയിലും പോയി, സർജറി OPയിലും പോയി. അങ്ങനെ മാറി 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 അപ്പോഴൊക്കെ എല്ലാ മാസവും കാണിക്കണമായിരുന്നു. അപ്പൊ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേല് ഒരു പ്രാവശ്യം മെഡിക്കൽ OPയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേല് വീണ്ടും ആ സർജറി ചെയ്ത ഭാഗത്ത് ഒരു തടിപ്പ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു തടിപ്പ് കാണുന്നുണ്ട്, അതുകൊണ്ട് എത്രയും വേഗം അൾട്രാസൗണ്ട് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ RCC തന്നെ ഞാൻ അൾട്രാസൗണ്ട് ചെയ്തു തിരിച്ചു കൊണ്ടുവന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, ഇത് ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നുണ്ട് അവിടെ വീണ്ടും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സർജനെ കാണിക്കുക, എന്നിട്ട് എന്താന്നുള്ളത് വെച്ചാൽ അത് അപ്പൊ തന്നെ അതിനുള്ള റെമഡി ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോ എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയില് ഡ്രെയിൻ ട്യൂബ് ഇട്ടിട്ട് അവസാനം ഹോള് വലുതായി പോയി, അവസാനം അത് പിന്നെ എനിക്ക് ട്യൂബ് ഇടാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് ഫ്ലൂയിഡ് കളക്ട് ചെയ്തു എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഈ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് മെഡിക്കൽ OPന്ന് എന്നെ അപ്പം തന്നെ സർജറിയിലോട്ട് വിട്ടു, സർജറി ഡിപ്പാർട്ട്മെന്റിൽ. അപ്പോൾ എൻ്റെ ഈ സ്കാൻ റിപ്പോർട്ടും ഒക്കെ തന്നിട്ട് അവിടെ കാണിക്കാൻ പറഞ്ഞു. ഞാൻ സർജന്റെ അടുത്ത് പോയി. അപ്പൊ സർജന്റെ അടുത്ത് പോയപ്പോഴേക്കും സർജന്റെ അടുത്ത് പറഞ്ഞു, ചെക്കപ്പിന് വന്നത്, എന്തിനാ ഇപ്പൊ വന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ചെക്കപ്പിന് വന്നതാണ്. അപ്പൊ ഇങ്ങനെ മെഡിക്കൽ OPയിൽ കാണിച്ചപ്പോഴത്തേല് ഇങ്ങനെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടറിനെ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്കാൻ റിപ്പോർട്ട് എടുത്ത് സർജന്റെ കയ്യിൽ കൊടുത്തതും സർജന്റെ സ്വഭാവം ഒന്ന് മാറി. പുള്ളിക്ക് എന്തോ ഭയങ്കര ദേഷ്യം. പുള്ളി വീട്ടിൽ നിന്ന് ഇനി എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്നതാണോ അതോ ഇനി ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആണോ, പ്രശ്നമാണോ, എനിക്കറിയത്തില്ല. പുള്ളി എൻ്റെ ഫയലെല്ലാം കൂടെ എടുത്ത് ഒരൊറ്റ എറിഞ്ഞിട്ട് ഈ സ്കാൻ റിപ്പോർട്ട് എടുത്ത് എറിഞ്ഞിട്ട് പറഞ്ഞു, ഇയാളോട് ആരോട് ചോദിച്ചിട്ടാ ഇയാള് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തതെന്ന്. ഞാൻ ആരോട് ചോദിച്ചിട്ട് ചെയ്യാനാ? ഞാൻ പറഞ്ഞു അപ്പുറത്ത് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഡോക്ടർ ചെയ്യാൻ പറഞ്ഞു. ഇയാളോട് ആ ഡോക്ടറിന്റെ അടുത്ത് പോകാൻ പറഞ്ഞു. ഇയാളെ ചികിത്സിക്കുന്ന ഞാനാണെങ്കിൽ ഇയാൾ വന്നിട്ട് എന്നെ കാണണം. ഇനി മറ്റേയാളാണ് ചികിത്സിക്കേണ്ടെങ്കിൽ അയാളുടെ അടുത്ത് പോയിക്കോ, മേലാൽ എൻ്റെ അടുത്ത് വന്നു പോരുതെന്നും പറഞ്ഞിട്ട് എൻ്റെ ഫയലും എടുത്തെറിഞ്ഞു. ഞാൻ നിന്ന് അന്തം വിട്ട് നിൽക്കുക. എനിക്ക് വല്ലതും മനസ്സിലാവണ്ടേ, ഞാൻ എന്ത് ചെയ്യാനാ? ആട്ട് പറഞ്ഞു, ഇറങ്ങിപ്പോ ഇവിടെ നിന്ന് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരയണോ എന്തെങ്കിലും ചെയ്യണോ, കയ്യും കാലും ഒക്കെ വിറച്ചോണ്ട് നിൽക്കുക. ഞാൻ എന്നിട്ട് ഫയലും ഒക്കെ എടുത്ത് തറയിന്ന് പെറുക്കിയെടുത്ത് ഞാനിങ്ങി പോന്നു. അപ്പോ എന്താ പറഞ്ഞ, ഞാനങ്ങ് വല്ലാണ്ടായിപ്പോയി. മറ്റൊരു ഡോക്ടർ പറഞ്ഞിട്ടല്ലേ ഞാനിത് ചെയ്തത്, അല്ലാതെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതൊന്നും അല്ലല്ലോ. എന്നിട്ട് ഡോക്ടർ പിന്നെ ആ തടിപ്പിനെ നോക്കിയതുമില്ല, മൈൻഡ് ചെയ്തതുമില്ല. പുള്ളി ആ ദേഷ്യത്തിൽ ആ ഫയൽസ് ഒക്കെ വലിച്ചെറിഞ്ഞില്ലേ. എന്നിട്ട് ഞാനിങ്ങനെ തിരിച്ചു പോകേണ്ടി വന്നു. എന്നിട്ട് തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഈ സർജനെയാണ്. അപ്പൊ ഈ സർജനെ പിണക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നീട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ആ ഡോക്ടറിനെ കാണാൻ പോവാതായി തുടങ്ങി. എന്നുവെച്ചാൽ ഇനിയിപ്പം അവിടെ പോകുമ്പോഴത്തേല് ഡോക്ടർ എന്നെ പിന്നെയും ചികിത്സിക്കാതായാലോ, എന്നോട് ദേഷ്യം തോന്നിയാലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ മെഡിക്കൽ OPയിൽ പോയിട്ടില്ല. പിന്നെയും 1 മാസമോ 2 മാസമോ കണ്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും സർജറിയിൽ വരേണ്ടി വന്നപ്പോൾ, വീണ്ടും എൻ്റെ ഈ ഫോളോ അപ്പ് വരേണ്ടി വന്നപ്പോൾ ഞാൻ വീണ്ടും സർജറിയിൽ ഇതിൽ തന്നെ വന്നു കാണിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ ചെക്കപ്പ് ഒക്കെ ചെയ്യുമായിരുന്നു. ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല, ഫ്ലൂയിഡ് കളക്ഷൻ എന്നോ. പിന്നെ ആ സ്കാൻ റിപ്പോർട്ടിനെ കുറിച്ച് ഞാനൊന്നും ചോദിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ഞാൻ മിണ്ടാതെ പോയി. പിന്നെ പുള്ളി പിന്നെയും കുറച്ച് കാര്യമായിട്ട് സോഫ്റ്റ് ആയി തുടങ്ങി. അത് കഴിഞ്ഞൊരു 2 വർഷമല്ല 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും ഇങ്ങനെ ഫോളോ അപ്സ് 6 മാസത്തിലൊരിക്കൽ ഫോളോ അപ്പ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഒരു പ്രാവശ്യം ഫോളോ അപ്പിന് പോയപ്പോഴത്തേല് പുള്ളി ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേല് പറഞ്ഞു, എന്തോ ഇവിടെ ഇങ്ങനെ തടിപ്പ് ഫീൽ ചെയ്യുന്നു, ഇയാള്
അൾട്രാസൗണ്ട് ചെയ്തിട്ട് വരാൻ. ഇത് തന്നെയാണ് മറ്റേ ഡോക്ടർ ആദ്യമേ പറഞ്ഞത്. ആ അൾട്രാസൗണ്ട് റിപ്പോർട്ടും അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ അതിനെപ്പറ്റി മിണ്ടാനേ പോയില്ല. ഞാൻ ഡോക്ടർ പറഞ്ഞതുപോലെ അൾട്രാസൗണ്ട് ചെയ്തിട്ട് വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ട്, അവിടെ തടിപ്പുണ്ട്, അത് നമുക്ക് എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത് മാറ്റണം, അവിടെ അങ്ങനെ കളക്ട് ചെയ്യുന്നത് കേടാന്ന് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സർജറിയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എനിക്ക് റേഡിയേഷനിൽ കുറേ കഷ്ടപ്പാടുകൾ വന്നിട്ടുണ്ട്. എനിക്ക് ഞാൻ വേണമെങ്കിൽ എൻ്റെ ഈ ബ്രസ്റ്റ് ക്യാൻസർ സ്റ്റോറി അറിയണം എന്നുണ്ടെങ്കിൽ ഞാനിത് പ്രത്യേകമായിട്ട് ചെയ്യാം. ഇപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇതായി പോവും. അതുകൊണ്ട് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് സ്റ്റോറി ആയിട്ട് പിന്നെ പറയാം കേട്ടോ, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട്. ഇപ്പം ഞാനിത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പം ഇത് റേഡിയേഷൻ ടൈമിൽ കുറേ ഇതൊക്കെ വന്നിരുന്നു, ഇങ്ങനെ പൊള്ളലും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ആ പൊള്ളലിൻ്റെ പാട് കണ്ടിട്ടുള്ളപ്പോൾ എൻ്റെ സർജൻ തന്നെ പറഞ്ഞു, അത് ആർക്കും കണ്ടിട്ടില്ല ഇങ്ങനെ, ആദ്യമായിട്ടാണ് ഡോക്ടർ ഇത് കാണുന്നത്. അതുകൊണ്ട് എൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്ത് റിസർച്ചിന് വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഭാഗത്ത് വളരെ കെയർഫുൾ ആയിരിക്കണം, ഭയങ്കര സെൻസിറ്റീവാണ് സ്കിന്ന്, അവിടെ എന്ത് ചെറിയ ഒരു ഊണ്ടോ എന്ത് വന്നിരുന്നിരുന്നാലും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും, അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം ആ വശത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഡോക്ടർ തന്നെ പറഞ്ഞിട്ട് ഡോക്ടർ സർജറി ചെയ്തപ്പോൾ ഒരു ചെറിയ വൂണ്ട് പോലും വരാൻ പാടില്ല, ഒരു ചെറിയ സ്കാർ പോലും വരാൻ പാടില്ല എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞിട്ട്, ഡോക്ടർ ഇത് ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഇത് കുഴപ്പമില്ല, ഞാൻ ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്, ഇനി പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഇത് സർജറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടം പഴുക്കാൻ തുടങ്ങി. പഴുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന വേദന വേദന, ഞാൻ കിടന്ന് പൊളയുക. ഞാൻ എല്ലാ ദിവസവും ഈ സർജന്റെ അടുത്ത് വരും, ഡോക്ടർ എനിക്ക് വേദന സഹിക്കാൻ വയ്യ, ഞാൻ എന്തോ ചെയ്യണത്. ഇയാൾക്ക് ഇതൊക്കെ തോന്നല, അല്ലാതെ വേറൊരു കുഴപ്പമില്ല ഡോക്ടർ പറയുന്നത്. എന്നിട്ട് അവസാനം ഡോക്ടർ ഒരു ക്രീം എഴുതി തന്ന്, ഇത് മേടിച്ച് പുരട്ടിയാൽ മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു, ആ ക്രീം എനിക്ക് വായിച്ചപ്പോൾ തന്നെ പേരറിയായിരുന്നു, അതൊരു ഡൈക്ലോഫിനാക് കണ്ടന്റ് ചേർന്നിട്ടുള്ള ക്രീമായിരുന്നു. അത് നമ്മുടെ പെയിനിന് വേണ്ടിയിട്ട് പുരട്ടുന്ന ക്രീമാണ്. അതെടുത്ത് നമ്മൾ ഈ സ്കാറിൽ പുരട്ടിയ അത് പൊളിയും. ആ ഒരു ഇതാണ്. എന്നിട്ടും ഈ ഡോക്ടർ പറഞ്ഞല്ലേ, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നമുക്ക് തർക്കിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ക്രീം മേടിച്ച് ഞാൻ പുരട്ടി, അവിടെ എല്ലാം പൊളിഞ്ഞ് അവസാനം ഞാൻ തലകറങ്ങി ബോധം കെട്ടൊക്കെ വീണു. കാരണം ഈ സർജറി കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ ഓരോ ദിവസവും ഈ ഡോക്ടറിനെ പോയി കണ്ട് പറയുന്നുണ്ട്, ഡോക്ടർ എനിക്ക് വേദന സഹിക്കാൻ വയ്യ, എനിക്ക് ഇവിടെ ഭയങ്കര ഇറിറ്റേഷനും ബുദ്ധിമുട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ മൈൻഡ് ചെയ്തിട്ടില്ല. എൻ്റെ തോന്നലാന്നും പറഞ്ഞ് എന്നെ വിട്ടു. അവസാനം വീട്ടിൽ ഞാൻ ബോധം കെട്ട് വീണു, പെയിൻ ഇതൊക്കെ കൊണ്ട്. എന്നിട്ട് എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആംബുലൻസ് വിളിച്ചിട്ട് കിട്ടാതെ പിന്നെ ഒരു ഊബറിൽ എന്നെ എടുത്ത് കിടത്തിയാണ് കൊണ്ടുപോയത്. എനിക്ക് നടക്കാനോ ഒന്നും പറ്റാത്തൊരു കണ്ടീഷനിലാണ് എന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കോസ്മോപൊളിറ്റനിൽ കൊണ്ടുപോയത്. അവിടെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തത് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലാണ്. എൻ്റെ എല്ലാ ചികിത്സകളും ഞാൻ ചെയ്യുന്നതും കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലാണ്. എനിക്ക് ഇത്രയും എന്താ പറയുന്നത്, ഒരു കംഫർട്ടബിൾ ആയിട്ടും ഞാൻ സാറ്റിസ്ഫൈഡും ആയിട്ടുള്ള വേറൊരു ഹോസ്പിറ്റൽ എൻ്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ എന്ത് അസുഖം വന്നായിരുന്നാലും ഞാൻ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ മാത്രമേ പോകാറുള്ളൂ. അപ്പൊ അവിടെ എന്നെ കൊണ്ടുപോയി. അവിടെ എൻ്റെ ഈ ക്യാൻസർ റൂൾ ഔട്ട് ചെയ്ത മായ മാഡം തന്നെയായിരുന്നു എന്നെ ഇതിനും ഈ സർജറി ഇതിന്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ ഡോക്ടറിനെ തന്നെയാണ് കാണിച്ചത്. മായ മാഡത്തിന്റെ പേര് ഞാൻ പറഞ്ഞത് മാഡത്തിന് അത് ബുദ്ധിമുട്ടില്ല പേര് പറയുന്നതുകൊണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് പെട്ടെന്ന് അവിടെ കൊണ്ടുപോയപ്പോൾ മുതൽ ഞാൻ പിന്നെ എന്താ പറയുന്ന, നിലത്ത് വീൽ ചെയറിൽ പോലും ഇരിക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ ട്രോളിയിലായിരുന്നു. എന്നെ എല്ലായിടത്തും കൊണ്ട് ഉടനെ അവർ CT ഒക്കെ ചെയ്തു. CT ചെയ്തപ്പോഴേക്കും ഈ ഫ്ലൂയിഡിന്റെ ഇതുകൊണ്ട് അവിടെ ആ സൈഡ് മുഴുവൻ ഇൻഫ്ലെയിംഡ് ആയി ആകെ പ്രശ്നമായിട്ടിരിക്കുക. അവസാനം എന്നെ മാഡം 12 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് വെരി വെരി ഹൈ ഡോസ് ആന്റിബയോട്ടിക്സ് ആണ് എനിക്ക് തന്നിരുന്നത്.
അപ്പോൾ എന്നോട് ചോദിച്ചു, അപ്പം മാഡത്തിന് എന്നെ അതിന് മുന്നേ അറിയാവുന്നതാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഇതെന്താ ഈ സർജറി ചെയ്തിട്ട് ഷിബി ഇത് അവരോട് ഡോക്ടറിനെ കൊണ്ടൊന്ന് കാണിച്ചില്ലേ, ഡോക്ടറോട് പറഞ്ഞില്ല. അപ്പം ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെയായിരുന്നു ഡോക്ടർ അവസ്ഥ, ഫസ്റ്റ് ടൈമിലെ ഇങ്ങനെ കണ്ടുപിടിച്ചതായിരുന്നു, അന്നും ഡോക്ടർ ഇങ്ങനെ പെരുമാറി, ഇപ്പോഴും ഡോക്ടർ ഇങ്ങനെയാണ് പെരുമാറി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി മേലാൽ ഇയാളോടൊരു ഇത് വേണം. ആ പുള്ളി ജീവൻ രക്ഷിച്ച ഡോക്ടറാണ്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഡോക്ടേഴ്സ് ഇങ്ങനെ പെരുമാറാൻ പാടില്ല, ഇനി അവിടെ പോവരുത്, ഇയാൾ മറ്റാരെങ്കിലും കാണിക്കാൻ പറഞ്ഞു. ഇവിടെ വേറെയും ഒരുപാട് ഇതിനുള്ള ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് ഓൺകോളജിസ്റ്റ് വേറെ ഏതെങ്കിലും ഓൺകോളജിസ്റ്റിനെ കാണിക്കുക, ഇനി ഈ പുള്ളിയുടെ അടുത്ത് പോവരുതെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് 12 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പിന്നീട് ഒരു സ്റ്റോറിയിൽ പറയാം. അപ്പോൾ ഇതെല്ലാം സഹിച്ച് അവസാനം 12 ദിവസം 13 ദിവസം കഴിഞ്ഞപ്പോഴത്തേലും ഞാൻ ഡിസ്ചാർജ്ഡായി തിരിച്ചു വീട്ടിൽ പോന്നു. തിരിച്ചു വീട്ടിൽ വന്നതിന് ശേഷവും ഞാൻ എന്ത് ചെയ്തു, മാഡം എന്നോട് പറഞ്ഞായിരുന്നു പോരുതെന്ന് പറഞ്ഞിട്ടെങ്കിലും ഞാൻ വിചാരിച്ചതെന്നറിയോ, ഞങ്ങൾ അപ്പം തന്നെ ഗംഗാധരൻ സാറിനെ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് ഗംഗാധരൻ സാറിനെ കാണിച്ചു. സാറും ഇത് നോക്കിയിട്ട് ഇത് ഇങ്ങനെയൊക്കെ ചെയ്തത് നല്ലതാണ്, ഇങ്ങനെ വരാൻ പാടില്ല എന്നൊക്കെ സാറ് പറഞ്ഞു തന്നു. സാറ് ഭയങ്കര നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ദൈവത്തെ നമ്മൾ മുന്നിൽ കാണുന്നത് പോലെ കണ്ടാൽ മതി ഗംഗാധരൻ സാറിന്. അത്രയും നല്ലതായിട്ട് പേഷ്യൻസിനോട് ഇടപെടുകയും ചെയ്യുന്ന ഒരു സാറാണ്. അപ്പൊ സാറിനോട് ഞാനിങ്ങനെ ഇങ്ങനെ സാർ വേറെ മറ്റേ ഡോക്ടറിന്റെ വേറൊന്നും സർജൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊന്നും പറഞ്ഞില്ല, ഇങ്ങനെ ഒരു ഇത് വന്നു അതിലിതാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഈ ട്രീറ്റ്മെന്റ് ഒക്കെ മാഡം ചെയ്തതൊക്കെ കറക്റ്റ് ട്രീറ്റ്മെന്റ് ആണ്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. വീണ്ടും 6 months കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ആ സമയത്ത് തന്നെ എനിക്ക് RCCയിൽ എൻ്റെ ഫോളോ അപ്പിന്റെ ടൈമും വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഗംഗാരൻ സാറിനെ കാണിക്കാം, എന്നിരുന്നാലും തൊട്ടടുത്തുള്ളത് RCC ആണ്. എനിക്ക് എന്തെങ്കിലും ഇനി ഭാവിയിൽ ഒരു അസുഖം വന്നാൽ പെട്ടെന്ന് തന്നെ എറണാകുളത്ത് എടുത്തോണ്ട് പോകുന്നതിനേലും എളുപ്പമല്ലേ തൊട്ട് RCCയിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ RCCയിലാവുമ്പോഴത്തേല് എനിക്ക് അവരെ പിണക്കി വെക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ആവശ്യത്തിന് പോകുമ്പോൾ പിന്നെ ഡോക്ടേഴ്സിനെ പിണക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ട്രീറ്റ്മെന്റ് നേരെ നടക്കില്ല. അതുകൊണ്ട് ഞാൻ അവിടെ പോയി. അപ്പൊ എന്നോട് ചോദിക്കാൻ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ അപ്പം മാറി കാണിച്ചൂടെ. നമ്മൾ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡോക്ടറിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതേ സെയിം ഫീൽഡിലുള്ള, ഇപ്പം ബ്രസ്റ്റിന്റെ ഡോക്ടറാണ് എൻ്റെ ഈ സർജൻ, അതേ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റിൽ വേറൊരു ഡോക്ടറിനെ കാണിക്കുമ്പം അവർ ഓബ്വിയസ്ലി നമ്മളോട് ചോദിക്കുക, എന്തുകൊണ്ട് മറ്റേ ഡോക്ടറിനെ കാണിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ മാറി എന്നെ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് റിപ്ലൈ ഇല്ല. എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല ആ ഡോക്ടറിനെ, കാരണം എൻ്റെ ജീവൻ രക്ഷിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, സാരമില്ല, എൻ്റെ ജീവൻ രക്ഷിച്ച ഡോക്ടറല്ലേ, എന്നെ 2-3 പ്രാവശ്യം വഴക്ക് പറഞ്ഞൊന്നും എനിക്ക് കുഴപ്പമില്ല, പുള്ളിയുടെ മൂഡിൻ്റെ ഇതനുസരിച്ചിട്ടായിരിക്കും എന്നും പറഞ്ഞ് ഞാൻ വീണ്ടും അവിടെ പോയി. അവിടെ പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ മമ്മി പള്ളിയിൽ പോകുന്ന സമയത്ത് എൻ്റെ മമ്മിക്കും ഡാഡിക്കും ബിസിനസ് ആയിരുന്നു, കടയുണ്ടായിരുന്നു. അപ്പൊ ഈ കടയിൽ ഈ RCCയുടെ താഴെ ആയതുകൊണ്ട് ഈ RCCയിലെ ഒരുവിധം സ്റ്റാഫ്സ് മുഴുവൻ ഞങ്ങളുടെ കടയിൽ വന്നിട്ടാണ് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരുവിധം സ്റ്റാഫ്സിനെ മുഴുവൻ ഞങ്ങൾക്ക് അറിയാം. അപ്പൊ അതിലെ ഒരു ലേഡി സ്റ്റാഫായിരുന്നു സാറിന്റെ റൂമിൽ നേഴ്സായിട്ട് നിന്നത്. അപ്പം ഈ പെൺകുട്ടി നമ്മളെ പറ്റി കുറച്ച് മോശമായിട്ടുള്ള കാര്യം ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു. അപ്പോൾ കാരണം അതുവരെ ഉണ്ടായിരുന്ന ഡോക്ടറിന്റെ സ്വഭാവത്തിൽ ചേഞ്ച് വന്നത് ഈ കുട്ടി അവിടെ നേഴ്സായിട്ട് ആ റൂമിൽ നിൽക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല, നമ്മളെ പറ്റി ഒരാൾ ഇങ്ങനെ മോശമായിട്ട് ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങനെ പറയും എന്നുള്ളത് നമ്മൾ ചിന്തിക്കത്തില്ലല്ലോ. അങ്ങനെ ഞാനും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ മമ്മി ഇതിപ്പോ ഞാനത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. മമ്മി ഇങ്ങനെ പള്ളി പോകുമ്പോൾ ഈ കുട്ടി വന്നിട്ട് ചോദിച്ചു, അല്ല പള്ളിയിലല്ല മമ്മി പോയത്, മമ്മി ഞാൻ കോസ്മോയിൽ കിടക്കുമ്പം എന്നെ കാണാൻ വേണ്ടിയിട്ട് മമ്മി ഓട്ടോ പിടിക്കാൻ വരുമ്പോൾ ഈ കുട്ടീനെ കണ്ടു. ഈ കുട്ടി ചോദിച്ചു, ആൻറ്റി എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഷിബി ഹോസ്പിറ്റലിൽ കിടക്കുക, അതുകൊണ്ട് അവളുടെ അടുത്തോട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ഷിബിക്ക് എന്തോ പറ്റി ആൻറ്റി എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അന്നത്തെ സർജറി കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ഭയങ്കര വേദനയൊക്കെ കൂടി, അവളിങ്ങനെ തലകറങ്ങിയൊക്കെ വീണ് അങ്ങനെയൊക്കെ അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഇപ്പൊ അവിടെ ട്രീറ്റ്മെന്റിലാന്ന് പറഞ്ഞു.
ശരിയാ. അത് നല്ലത് തന്നെയാ ആന്റി. ഈ ഡോക്ടർ ചില സമയത്ത് ഇങ്ങനെ തന്നെയാ. മര്യാദയ്ക്ക് ഒന്നും പെരുമാറത്തും ഇല്ല. ഓരോ മൂഡ് അനുസരിച്ച് ഓരോരുത്തരുടെ അടുത്ത് ഓരോന്ന് കാണിക്കും. എന്തായാലും ഷിബി അവിടെ കൊണ്ടുപോയത് നല്ലതായി എന്നൊക്കെ മമ്മിയുടെ അടുത്ത് പറഞ്ഞ് ഇതാക്കിയിട്ട് ഈ കുട്ടി നേരെ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് എന്നെ പറ്റി മോശമായിട്ട് ഡോക്ടറുടെ അടുത്ത് പറഞ്ഞു. അത് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അത് കഴിഞ്ഞപ്പോ പിന്നെയും ഫോളോ അപ്പിന് പോയി എന്ന് പറഞ്ഞില്ലേ, ഫോളോ അപ്പിന് പോയപ്പോഴത്തേല് ഈ ഡോക്ടറിന് പേഴ്സണലി എൻ്റെ വീടോ ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ മമ്മിയൊക്കെ അറിയാം എന്നല്ലാതെ എന്നെ ഈ ട്രീറ്റ്മെന്റിന് ആദ്യമായിട്ട് പോകുമ്പോഴാണ് ഡോക്ടറിനെ ഞാൻ കാണുന്നതും എന്നെ ഡോക്ടർ കാണുന്നത്. എന്നിട്ട് ഈ ഡോക്ടർ ഞാൻ ഫോളോ അപ്പിന് പോയപ്പോൾ ചോദിച്ചു, ഇയാള് വേറെ ട്രീറ്റ്മെന്റിനൊക്കെ പോയിട്ട് വന്നിരിക്കുക അല്ലേ? ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ഡോക്ടർ, എനിക്കിങ്ങനെ ഈ വേദന സഹിക്കാൻ വയ്യാതെ ഞാൻ ഇങ്ങനെ പോയതാ. എന്നാ പിന്നെ അവിടെ തന്നെ അങ്ങ് ട്രീറ്റ് ചെയ്തുകൂടായിരുന്നു, എന്താ ഇങ്ങോട്ട് പോന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് തീരെ പറ്റാതിരുന്നത് കൊണ്ടാണ് അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്തിരുന്നു, ഞാൻ 12 ദിവസം അഡ്മിറ്റ് ആയിരുന്നു. ഇയാളാണോ അത് പറയേണ്ടതും തീരുമാനിക്കേണ്ടതും? പൈസ കുറെ ഉണ്ടല്ലോ കയ്യിൽ, അതുകൊണ്ട് എന്തോ വേണേലും ആവാലോ. താനിവിടെ ലോഡ്ജൊക്കെ കെട്ടിക്കൊടുത്ത് ലോഡ്ജിൽ നിന്നൊക്കെ വരുമാനം ഉണ്ടാക്കുന്നതൊക്കെ എനിക്കറിയാം. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന കാശിന് ചെലവാക്കാൻ ഒരു വഴി വേണ്ടേന്ന്. ഇത് ഈ ഡോക്ടറിന് അറിയാനുള്ള ഒരു ഇതുമില്ല. കാരണം ഈ പെങ്കൊച്ച് മാത്രമാണ് ഞങ്ങളുടെ കടയിൽ വരുന്നതും എനിക്ക് അവിടെ വീടുണ്ടെന്ന് ഇതാക്കുന്നതും ഞാൻ അവിടെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അറിയുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ താഴ്ഭാഗം ആണ് വാടകയ്ക്ക് കൊടുത്തേക്കുന്നത്. അതും ഒരു സോഷ്യൽ സർവീസ് എന്നാണ്. നിങ്ങൾ ആർക്ക് വേണമെങ്കിലും മെഡിക്കൽ കോളേജ് ഏരിയയിൽ വന്നിട്ട് അന്വേഷിച്ച് നോക്കി അറിയാം, ഏറ്റവും കുറഞ്ഞ റെന്റിന് ആൾക്കാരെ താമസിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ മാത്രമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു രോഗിയാണ്, അപ്പോൾ ബാക്കിയുള്ളവർക്കും അതൊരു സഹായമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഏറ്റവും തുച്ഛമായ പൈസയ്ക്ക് അവിടെ റെന്റിന് താഴത്തെ ഫ്ലോറ് കൊടുത്തിരിക്കുന്നതാണ് ഞങ്ങൾ. അതിന് ഈ കുട്ടി ഈ വേറൊരു രീതിയിൽ ഡോക്ടറുടെ അടുത്ത് പൊലിപ്പിച്ച് പറഞ്ഞിട്ടാണ് ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയത്. അന്ന് ഞാൻ പിന്നെ തീരുമാനിച്ചു, വേണ്ട, ഇനി എനിക്ക് ഒരു അസുഖം വന്ന് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. കാരണം എൻ്റെ രോഗത്തിന് വേണ്ടിയിട്ട് ഡോക്ടർ എന്നെ ചികിത്സിച്ചതാണ്, എൻ്റെ ജീവൻ തിരിച്ചു തന്ന ആളാണ്, എല്ലാം ശരി തന്നെയാണ്. പക്ഷെ ഞാൻ എങ്ങനെ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പൈസ എൻ്റെ ജീവനെ നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ളത് എൻ്റെ അവകാശമാണ്. അപ്പം എനിക്ക് സുഖമില്ലാതെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എവിടെയും ട്രീറ്റ്മെന്റിന് പോവാം, ഇന്നിടത്ത് തന്നെ പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതിനു വേണ്ടി എന്നെ തെറി പറയുക, ചീത്ത പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കേണ്ട ആവശ്യമില്ല. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി മരിക്കേണ്ടി വന്നിരുന്നപ്പോൾ, ഇനി ക്യാൻസർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എൻ്റെ ക്യാൻസർ എന്ന് പറയുന്നത് വീണ്ടും തിരിച്ചു വരാൻ സാധ്യതയുള്ള ക്യാൻസർ എന്നാണ് ഗംഗാധരൻ സാറ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡോക്ടറല്ല, എനിക്ക് ഇതിനെപ്പറ്റി മെഡിക്കൽ ഫീൽഡിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതെങ്ങനെയുള്ള ക്യാൻസറാ എന്താ ഏതാന്നൊന്നും എന്നോട് ചോദിക്കരുതാരും, എനിക്കറിയില്ല. ഡോക്ടർ പറഞ്ഞത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ എനിക്ക് ഇനിയും ഭാവിയിൽ വരാതിരിക്കാം, അതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹം പോലെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇനി വന്നിരുന്നാലും ശരി, ഞാൻ ഇനി RCCയിൽ ട്രീറ്റ്മെന്റിന് പോവില്ല എന്നും ഒരു ഫോളോ അപ്പിന് പോവില്ല എന്നും അന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം ഇത്രയും മോശമായിട്ട് ഡോക്ടർ പല ആവർത്തി എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടുള്ളപ്പോൾ ഞാൻ എൻ്റെ ജീവൻ രക്ഷിച്ച ഡോക്ടർ എന്നുള്ള രീതിയിലാണ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഏറ്റവും ഇതായിട്ട് നിന്നത്. അല്ലെങ്കിൽ എനിക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു, എനിക്ക് ഗംഗാരൻ സാറിൻ്റെ അടുത്ത് മാത്രം പോയാൽ മതിയായിരുന്നു. എന്നിട്ടും ഞാൻ പോയി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ലോഡ്ജ് നടത്തി പൈസ ഉണ്ടാക്കുന്നത്, അതിപ്പോ ഡോക്ടറിന് നോക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നോണ്ടല്ലേ ഡോക്ടറിന് പൈസ കിട്ടണം, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഡോക്ടർ ചെയ്യോ? അതുപോലെ തന്നെ നമുക്കും ജീവിക്കണ്ടേ, നമ്മളുടെയും ജീവിത മാർഗം നമ്മൾ നോക്കില്ലേ? അതിനെ കുറ്റപ്പെടുത്തി അത് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അന്ന് ഞാൻ തീരുമാനം എടുത്തു, ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞു, ഞാൻ എല്ലായിടത്തും ഒറ്റയ്ക്കാട്ടോ, ഹോസ്പിറ്റലിലൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് പോവാറ്, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഫോളോ അപ്സിനൊക്കെ പോകുന്നത്. പിന്നെ ഗംഗാധരൻ സാറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് പോകുന്നത്, കാരണം ഇത്രയും ദൂരമാണ്. അല്ലെങ്കിൽ ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല, ഒറ്റയ്ക്ക് പോകും ഒറ്റയ്ക്ക് വരും. അന്ന് ഞാൻ വന്ന ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇനി എനിക്ക് പറ്റില്ല, ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, വേണ്ട, ഇത് ശരിയാവത്തില്ല, പോണ്ടെന്ന് പറഞ്ഞു. എൻ്റെ മമ്മിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പൊ മമ്മി പറഞ്ഞു, മോളെ നീ അങ്ങ് ക്ഷമിക്ക്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖം വന്നാൽ ഇവിടെ അല്ലേ. ഞാൻ പറഞ്ഞു, ഇനി മരിച്ചായിരുന്നിരുന്നാലും ഞാൻ RCCയിലോട്ട് കൊണ്ടുപോകാന്ന് ആരും വിചാരിക്കണ്ട, ഞാൻ വരില്ല, ഇവിടെ കിടന്ന് മരിക്കുന്നേ ഞാൻ മരിച്ചോട്ടെ. അങ്ങനെയാണ് ഞാൻ എൻ്റെ ട്രീറ്റ്മെന്റും ഫോളോ അപ്സും ഞാൻ RCCയിൽ നടത്തിയത്. അപ്പോൾ ഞാനിത് പറയുന്നത് എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് വിക്ടിംസ് ഉണ്ട്
ഇതിൻ്റെ അകത്ത്. ചിലര് വളരെ പാവപ്പെട്ടവരായിരിക്കും. അവർക്ക് പിന്നെ വേറൊരു നിവർത്തിയില്ല. വേറൊരു ഹോസ്പിറ്റലിൽ പോയി കാണിക്കാനോ ചികിത്സിക്കാനോ മാർഗമില്ലാതെ അവർ പിന്നെയും ഇവിടെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടി വരും. ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്ന സമയത്ത് ഒരുപാട് കണ്ടിട്ടുണ്ട് അന്യായങ്ങൾ. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നു, വരുന്നു. അതിനപ്പുറം നമുക്ക് ഇടപെടാൻ പറ്റില്ല. ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചികിത്സയെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെയുള്ള ഒരുപാട് പേര് ഇങ്ങനെ സഹിക്കുന്നവരുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഈ സ്റ്റോറി നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അസുഖം നിങ്ങളുടെ പരിചയത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഇങ്ങനെ അസുഖം വന്നിട്ട് ഇങ്ങനെ ഒക്കെ RCCയിലോ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എൻ്റെ ഈ സ്റ്റോറിയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അപ്പോൾ അല്ലാത്തവരാണെങ്കിലും മനസ്സ് വേദനിച്ച് വിഷമിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ അവർക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും അവിടെ പോകുന്നവർക്കൊക്കെ ഓരോരോ വേദനകൾ കഷ്ടപ്പാടുകൾ ഉണ്ടാവാറുണ്ട്. അത് എന്താ പറയുന്നത്, അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ഞാനും പോയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഇത് 2 പാർട്ടൊന്നുമില്ല, കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. എന്നിരുന്നാലും ഒറ്റ പാർട്ട് കൊണ്ട് തീർക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും ഒരുപാട് പേര് ഇപ്പം കമൻസ് ഇടുന്നുണ്ട്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും ഇതുപോലെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് എന്താ പറയുക അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതിലും മൈ സ്റ്റോറി തന്നെയായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.